ഒരു അടയാളം കൊടുത്തു വിടുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇടയന്മാരോട് പറയുകയാണ്, നിങ്ങൾക്കൊരു അടയാളം തരാം. അത് അടയാളം എന്ന് പറയുന്നത് ശീലകൾ ചുറ്റി ഉൾത്തൊട്ടിയിൽ കിടക്കുന്ന ശിശു. വലിയ ആർഭാടത്തിലോ ഒന്നുമല്ല, പക്ഷേ ഈറ്റുശീല എന്ന് പറയുമ്പോൾ ഒരു അടയാളമാണ്. കാരണം ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും താഴെ നിൽക്കുന്നു. അതുപോലെ പുൽത്തൊട്ടി, മൃഗങ്ങൾക്ക് പുല്ലുകൾ കൊടുക്കുന്ന പുൽത്തൊട്ടി, ഇതെല്ലാം ലോകത്തിൽ ഇടമില്ലാത്തവരുടെ പ്രതിനിധിയായിട്ട് ഒരു രക്ഷകൻ പറഞ്ഞിരിക്കുന്നു. അത് മൃഗങ്ങൾ മനസ്സിലാക്കി. കാള തൻ്റെ ഉടയവനെയും കഴുതൻ്റെ യജമാന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല. തിരിച്ചറിവില്ലാത്തത് ആർക്കാണ്? മൃഗങ്ങൾക്കാണോ മനുഷ്യർക്കാണോ? അതുകൊണ്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത്, മൃഗങ്ങൾക്ക് പോലും ഉടയവനെ, യജമാനെ തിരിച്ചറിയാൻ കഴിയുന്നു. എന്നാൽ സ്വന്തം ഛായയിൽ സൃഷ്ടിച്ചിട്ടുള്ള ഈ സ്വന്തം ജനങ്ങൾക്ക് ആ സൃഷ്ടാവിനെ മനസ്സിലാക്കാതെ പോകുന്നു. അത് ഒരു വലിയ അടയാളം ഈ വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് എനിക്കും നിങ്ങൾക്കുമായിട്ടാണ്. ആ ഒരു അടയാളം എന്നും ഓർമ്മയിലിരിക്കട്ടെ. കാരണം അവഗണിക്കപ്പെടുന്നവരുടെ ഒരു സമൂഹത്തിലാണ് കർത്താവ് ജനിക്കുന്നത് എന്നുള്ള വലിയ സന്ദേശമാണ് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. അത് നമ്മൾ ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും ഇടയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആഗ്രഹിച്ചു.